അല്ലടോ, ഇതെന്താ ആരും വരാത്തത്? ഇന്ന് നമ്മക്കെല്ലാം പൈസയെല്ലാം കണക്കൂട്ടണ്ടേ? എല്ലാവർക്കും നല്ല പൈസ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. 12,500, 14,200 എല്ലാം കണക്കൂട്ടി വെക്കുക. എല്ലാരും വരട്ടെ. എല്ലാം ഒന്ന് വിളിച്ചു നോക്കുക ആരെങ്കിലും. എന്താരും വരാത്തേ? ഹലോ ഷീബേച്ചി, നിങ്ങൾ വരുന്നില്ലേ? നമുക്ക് ഇന്ന് ഓണ ഫണ്ടിന്റെ കണക്കെല്ലാം റെഡിയാക്കണ്ടല്ലേ? നിങ്ങളൊന്ന് വേഗം വരിന്നാല്. ആയിക്കോട്ടെ. എന്റെ മക്കളെ, മഴയായി പോയിട്ടാ വരിക വൈകിയത്. ഞാൻ വരികയും കഴിഞ്ഞാരാ മഴയെങ്ങി പെയ്തോട്ട്. അല്ല സൗമ്യ, എല്ലാരും പൈസ എല്ലാം കിട്ടി റെഡി ആയതാ? കണക്ക് കൂട്ടി ഞങ്ങള്? ഓ, പൈസ ഞങ്ങൾ രണ്ടാളും കൂടി കൂട്ടി എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോ പലിശ അത് നമ്മളെല്ലാരും കൂടി വേണം. അതെനിക്ക് റെഡി ആവുന്നില്ല. ആ പലിശ നമുക്ക് ഇപ്പം കണക്കൂട്ടിയേക്ക. അത് എല്ലാരും വരികയും കഴിഞ്ഞാലല്ലേ മഴ പെയ്തത്. എല്ലാരും വരുന്നുണ്ടല്ലേ? എന്നാ പിന്നെ നമുക്ക് വേഗം അങ്ങ് കൊടുത്തങ്ങ് ഒഴിവാങ്ങ് പോവാലോ. എന്തല്ലാടെ എല്ലാരും പൈസ കിട്ടിയോ? ഞാൻ മഴ ഇപ്പോണ്ടാ മോളെ, മഴ ചോരൊന്നും വിചാരിച്ചിട്ട് കാത്തു നിന്നാ അതാ വൈകിപ്പോയെ. ഓ, കണക്ക് റെഡി എല്ലാം കൂട്ടി വെച്ചിക്ക്. ഇനി കുറച്ചുകൂടി പലിശ ഉണ്ട്. അതെല്ലാം പോട്ടെ. ഇനി ഓണ ഫണ്ട് കിട്ടിയിട്ട് ആദ്യം ഒരു കുട പോയി വാങ്ങണേ. അല്ല, അക്കുടങ്ങൾ ചൂടാത്ത നല്ലേ. വെള്ളം തീർത്തുങ്ങളെ മേലല്ലേനോ? ആദ്യം പോയി ഒരു കൊടയങ്ങ് വാങ്ങിക്കോട്ടോ, പൈസ കിട്ടുമ്പോ. അല്ല, നമ്മക്ക് ഓണ ഫണ്ടിന്റെ പലിശയൊക്കെ എല്ലാരും തന്നല്ലേ? നമുക്ക് ആദ്യം എല്ലാരും കൂടി ഒരു കാര്യം ചെയ്യണം. നമുക്ക് അതിനെല്ലാം പൈസ എടുത്തിട്ടുണ്ടല്ലേ? ബിന്ദുവിന് ആദ്യം ഒരു കൊട വാങ്ങി കൊടുക്കണം. ഓള് ചൂടി വന്ന കൊട കണ്ടില്ലേ? മക്കളെ, കോട എന്റെ കല്യാണത്തിന് പെട്ടിയിൽ വെച്ച കൊടയാട്ടോ. എന്റെ അടുത്ത് അതെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ എടുത്തൊക്കെയോ? ആ ബിന്ദു ഇപ്പം വന്ന് പൈസ തന്നില്ലേ നമുക്ക് ഇനിയിപ്പ എല്ലാം വീതിച്ചെടുത്തൂടെ? ഓള് പണ്ട് വെട്ടിയിൽ വെച്ച കൊണ്ട് കൊടയും ചൂടിയാ കൊണ്ട് തന്നത്. ഇതിപ്പോ 1,300 ഏകദേശം ഓരോരുത്തർക്കും നമുക്ക് പലിശ ഉണ്ടാവും. ഇതിപ്പോ എന്തെന്നാ ചെയ്യേണ്ടതെന്ന് നമ്മളെല്ലാരും കൂടി തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. കാര്യം പറയട്ടെ, നമ്മക്കില്ലേ പുണ്യപ്രവർത്തനത്തിനെല്ലാം കൊടുത്തൂടെ നമ്മളെ പലിശ കിട്ടുന്നതിന്റെ? അല്ല, ഓരോരുത്തർക്ക് 1,300 ഇതല്ലേ? അത് നമ്മളിപ്പോ 10-25 ആളില്ലേ കുറിയില്. അത് തീർത്തും ഈ കാരുണ്യ പ്രവർത്തനത്തിന് കൊടുക്കുക. 1,000 ഉറുപ്പ്യ നമ്മളിങ്ങ് എടുക്കുക. എന്നിട്ട് 300 ഇത് കൊടുത്താ പോരെ? എന്റെ അഭിപ്രായം ഞാൻ പറയാന്നേ. നിങ്ങളൊക്കെ തീരുമാനം എന്താ വെച്ചാ അങ്ങനെ. അതല്ലടോ, ഞാൻ പറയുന്നത് എന്താന്നാന്നോ, നമുക്ക് എന്തായാലും നമ്മള് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? പലിശയല്ലേ? നമ്മളെ മുതലും നമ്മളെ കയ്യിലുണ്ടല്ലേ? നമുക്ക് 300 ഇത് നമുക്ക് എടുക്കുക, ഒരു മാക്സിക്കുള്ള പൈസ. എന്നിട്ട് ബാക്കി 1000 ഇത് നമുക്ക് വൃദ്ധസദനത്തിലേക്ക് കൊടുക്കുക. എന്താ, നല്ലൊരു കാര്യല്ലേ? ഇതായിക്കോട്ടെ, നിങ്ങൾ എടുത്ത തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു. എന്നാ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ആക്കുക അല്ലേ? അത് നല്ല തീരുമാനം ശിവേച്ചിയെ. 300 ഉറുപ്പ്യ നമ്മൾ എടുത്ത് ബാക്കിയുള്ള പൈസ വൃദ്ധസദനത്തിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞ നല്ലൊരു തീരുമാനം. എന്നാ പിന്നെ ഞാനായിട്ട് അതിന് മേക്കോട്ട് നിൽക്കുന്നില്ല. നിങ്ങളെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. അത് നല്ല തീരുമാനം. എന്നാ പിന്നെ ആയിക്കോട്ടെ, നല്ലൊരു തീരുമാനം. എന്തായാലും ഞാനും അതിന് റെഡി. എല്ലാവരും ഓക്കെ.